നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു റെഡിമെയ്ഡ് ബ്ലൗസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വലിയ ഇതൊക്കെ അടിച്ചില്ലേ, വലിയ അടിപൊളി ബ്ലൗസ് വന്നിട്ടുണ്ട്. ആ അടിപൊളി ബ്ലൗസാണ് ഈ ബ്ലൗസ് കേട്ടോ. നമ്മുടെ എന്നാ പറയുന്നത്, സ്ട്രെച്ചബിൾ ബ്ലൗസ് തന്നെയാണ്. ഇങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ ഡിസൈനാണ് അടിപൊളി എന്ന് പറയുന്നത്. അത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എപ്പോഴും പറയുന്നത് കേട്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടേ ബ്ലൗസ് വാങ്ങിക്കാവുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ബ്ലൗസ് വാങ്ങിക്കരുത്. നിങ്ങളിത് കേട്ടിട്ടേ ബ്ലൗസ് വാങ്ങിക്കാവുള്ളൂ. ഇത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ. സാധാരണഗതിക്ക് ഡബിൾ എക്സൽ വരെയാണ് കാണിക്കാറുള്ളത്. ഇത് ട്രിപ്പിൾ എക്സൽ വരെയുള്ളവർക്ക് ഇടാം. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും താഴ്ന്ന സൈസ് ഏത് വേണമെങ്കിലും എടുത്തോ. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും കൂടിയ സൈസ് എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ ബ്രാ സൈസ് അല്ല, നമ്മുടെ കുർത്തി സൈസാണ് ഇതിനകത്ത് നോക്കുന്നത്. ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ 42, ഡബിൾ എക്സൽ 42, ട്രിപ്പിൾ എക്സൽ വരെയാണുള്ളത്. 44 സൈസ് വരെയുള്ള കുർത്തി ഇടുന്നവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. ഇത് സ്ട്രെച്ചബിൾ ആണ്. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈക്കൊക്കെ ഓവർ വണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞ് ഒരു സൈസ് കൂടുതലേ ഉണ്ടെങ്കിൽ എടുക്കാവുള്ളൂ. ട്രിപ്പിൾ എക്സലുകാർക്ക് ഉണ്ടെങ്കിൽ അവർ കൈക്കൊക്കെ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ എടുക്കരുത്. പിന്നെ ഈ പറയുന്ന പോലെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉപയോഗിച്ച് പരിചയമുള്ളവർ കഴിവതും എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ പരീക്ഷണാർത്ഥം എടുക്കുന്നതിൽ കുഴപ്പമില്ല. നമുക്കിത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. നിങ്ങളുടെ സ്വന്തം ഇതിൽ മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ ഇത് ബ്ലൗസ് നമ്മൾ എന്തോരം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കത്തില്ല, അതുപോലെ ഉണ്ട്. ഇനി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ബ്ലൗസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കിയാൽ എല്ലാത്തിനകത്തും വിശദീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ബ്ലൗസ്, കണ്ടോ, ബ്ലാക്ക് കളറാണ്. നമുക്ക് ഇനിയിപ്പം വിഷു, ഈസ്റ്റർ, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, റമദാൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇല്ലേ, നല്ല നല്ല ബ്ലൗസാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് വേണം സ്റ്റൈൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് പ്രിൻ്റാണ്. ഇതിങ്ങനെ ഒരു സിൽവർ ഡിസൈനാണ്, കണ്ടോ, ഒരു വീവിങ് ആണ്. ഇത് വീവിങ്ങും ഇത് ഡിസൈനുമാണ്. ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിപ്പോൾ 44 സൈസ് വരെ ഉള്ളവർക്കുള്ളതാണല്ലോ. അപ്പം ഇത് നിങ്ങൾ ഓർക്ക് 32 സൈസ് എനിക്കുള്ളൂ, ഞാൻ 44 എടുത്ത് എനിക്ക് ഒത്തിരി വലുതായിരിക്കത്തില്ലെന്ന് തോന്നുവാണെങ്കിൽ ഇതുണ്ട്. ഇതിപ്പോൾ 44 സൈസായിട്ടിരിക്കുന്നത്. എനിക്ക് 42 സൈസ്, 40 സൈസ് മതി, ലാർജ് സൈസ് മതി. പക്ഷെ എൻ്റെ കറക്റ്റ് അല്ലേ, കണ്ടോ, നമ്മുടെ കറക്റ്റ് സ്കിൻ ഫിറ്റ് ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് പിന്നെയും അതിലൊക്കെ ഒത്തിരി വണ്ണം കുറവെന്ന് തോന്നുവാണെങ്കിൽ സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച്. അടുത്തത് പർപ്പിൾ. പെട്ടെന്ന് തീരും വീഡിയോ. അതിനനുസരിച്ച് കുറച്ച് ബ്ലൗസേ ഉള്ളൂ. ഉള്ളത് വളരെ സൂപ്പറാണ്. നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടത്ര എണ്ണത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഇത് കേട്ടോ. രസം നോക്കുന്നത് ഇവിടെ നിന്ന് വെച്ചാൽ എനിക്ക് എന്നാ ഇഷ്ടമാണോ ഇത് കാണാൻ, ഇവിടെ കാണാനായിട്ട്. നമ്മുടെ ഇൻഡിഗോ സാരിയൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കേരള സാരിക്ക് ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ട്രെൻഡല്ലേ. കേരള സാരിക്ക് കോൺട്രാസ്റ്റ് മജന്ത അല്ലെങ്കിൽ പിങ്ക് കളറുള്ള ബ്ലൗസൊക്കെ എന്ന് പറയുന്നത്. എനിക്ക് നോക്കുന്നത് എന്നാന്നറിയോ, കണ്ണാടിക്കകത്ത് കാണും. അത്യാവശ്യം സൈസുള്ള ബ്ലൗസ് ആയത് കേട്ടോ. നിങ്ങൾ വലിയ എന്നാ പറയുന്നത്, ഒരുമാതിരി നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്, നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്. റെഡ് കൂടെ വൈറ്റ് ഡിസൈന്, ഇവിടെ സിൽവർ. എൻ്റെ കണ്ണ് മുഴുവൻ കണ്ണാടിക്കാത്ത ഓരോ ബ്ലൗസ് ഇട്ട് നോക്കിയിട്ട് അത് ആസ്വദിക്കുക. ചില ബ്ലൗസിന് ഒത്തിരി കുറേ സ്റ്റോക്ക് ഉണ്ട്, ചില ബ്ലൗസിന് സ്റ്റോക്ക് കുറവാണ്. നേവി ബ്ലൂ, നല്ല കംഫർട്ടുമാണ് ഇടാന്. ഇതതിൻ്റെ ഇടയ്ക്ക് വേർക്കണോ എന്നെ പറ്റി അങ്ങനെ കയറ്റി വെച്ച് നമ്പർ അനുസരിച്ച് വെച്ചായിരിക്കും. ഇത് 44 സൈസ് ആണെങ്കിലും ഒരു 44 മേളി സൈസ് ഉള്ളവർക്കിടാം. ഇതുണ്ട്. ഇത് എനിക്ക് ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് ഇത് ഫീൽ ചെയ്തു. നല്ല സ്ട്രെച്ച് ആകുന്ന ഒരു സൈസാണ്. സിൽവർ കളർ, വൈറ്റ് കൂടെ സിൽവർ, വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, സിൽവർ ഷെയ്ഡ്. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ കൂടെ സിൽവർ ഡിസൈനും പോകുന്നുണ്ട്. ഇത് 44 സൈസ് നല്ല വണ്ണമുള്ളവർക്കും അത്യാവശ്യം പറ്റുന്നതാണ്. അല്ലാത്തവർ ഇത് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, സൈഡ് അടിച്ചാൽ മാത്രം മതി. ഇത് കണ്ടോ, ഇല്ലേ, ഇങ്ങനെ അടിച്ചു വിട്ടാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. എനിക്ക് നല്ല തലവേദന, എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓർക്കും ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്ന കോലമാണ് ഇരുന്നത്. അപ്പടി തലവേദന കാരണം ഒരു രക്ഷയില്ലേ.
തലവേദനയിൽ നിന്ന് ഉണർന്നു വന്നുള്ള വീഡിയോ. ഡാർക്ക് മെറൂൺ, നല്ല രസമല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഓ, ഇവിടെ അല്ലേ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. അവനവൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്താൽ മതി. ഇൻഡിഗോ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും മാറിപ്പോകരുത്. ഫ്രണ്ടും ബാക്കും ഒന്ന് കാണിക്കാവേ, അത് ഞാൻ കാണിക്കാറില്ല ചിലപ്പോൾ. ഇതാണ് ബാക്ക് നെക്ക്, ഉണ്ടോ? നോർമൽ നെക്കാണ്, ഓവറായിട്ട് ഇറക്കം കൂടുതലും ഇല്ല, ഭയങ്കര കയറിയല്ല ഇരിക്കുന്നത്. ഇത് ഫ്രണ്ട് നെക്ക്, പ്രിൻസസ് കട്ടാണ്. അത്യാവശ്യം നല്ലതായിട്ട് സ്ട്രെച്ച് ആവുന്ന മെറ്റീരിയലാണ്. ചിലതിന് ഇച്ചിരി ഒരു പിടുത്തം വരും, പക്ഷെ ഇത് നല്ല സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇൻഡിഗോ ബ്ലൂ ഒക്കെ എടുത്തോ, നല്ല എന്നാ പറയണ്ടേ, നല്ല ഇതാ. ഒത്തിരി സാധനങ്ങൾക്ക് ഇൻഡിഗോ ബ്ലൂവിന് ഭയങ്കര ഒരു ഡിമാൻഡാണല്ലോ. ഇത് വേറെ ഒരെണ്ണമാണ്, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൻ്റെ റീസ്റ്റോക്ക് വന്നു. ഇത് റീസ്റ്റോക്ക് മാത്രമേ എനിക്ക് കാണിക്കാനുള്ളൂ, ബാക്കിയെല്ലാം അധികം എണ്ണമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. റീസ്റ്റോക്ക് ഒത്തിരി എല്ലാ കളറിൽ നിന്നും വന്നായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച, ഇതും 3XL തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ബ്ലൗസ് നിങ്ങളുടെ സ്വന്തം റിസ്ക്, നിങ്ങളുടെ ഒരു മനോധർമ്മം അനുസരിച്ച് എടുക്കാവുള്ളൂ. ശരീരത്തിന് ഒത്തിരി ഇപ്പം സൈസ് 38 അല്ലെങ്കിൽ കുർത്തിയുടെ 38 സൈസാണ് ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പം ഒരു ചുരിദാർ തയ്ക്കാനാണ് നമ്മൾ കൈയുടെ വണ്ണമൊക്കെ അളന്നല്ലേ എടുത്തല്ലേ തയ്ക്കുന്നത്. അപ്പം 38 സൈസോടെ എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അത് അവനവൻ്റെ ഒരു ഇതനുസരിച്ച് എടുക്കുക. നമുക്കിത് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, എന്തുണ്ടെങ്കിലും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെയും പറയാത്തെ. ബ്ലൗസിന് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നും എടുക്കത്തില്ല. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.